ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കുറേ നാളായി കണ്ടിട്ട്, കുറേ നാളായി FF ഒക്കെ കളിച്ചിട്ട്. ഞാൻ കളിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പിന്നെ നമുക്ക് റാങ്കൊക്കെ നമ്മൾ അത്യാവശ്യം പുഷ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ റാങ്കിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അവസ്ഥ ഒന്നും പറയാൻ പറ്റില്ല, നല്ലൊരു റാങ്കൊക്കെ തന്നെയാണ്. ഇപ്പം തന്നെ നമുക്ക് ഹീറോയ്ക്ക് അടിക്കുക. ഡയമണ്ട് 2 ആണ് നമുക്ക്. അപ്പോൾ 3, 4, 5 ഇതൊക്കെ കഴിഞ്ഞാൽ അപ്പം തന്നെ ഹീറോയ്ക്കൊക്കെ അടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലോട്ട് പോവാം. ഗെയിമിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗെയിമിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിന്ന് എന്ത് കളിക്കണം? നമുക്കൊരു കാര്യം ചെയ്യാം, 1v1 കളിച്ചാലോ ഗൈസ്? അതെ, എൻ്റെ റാങ്കാണ്. നെക്സ്റ്റ് റാങ്ക് ഹീറോ. ഓക്കെ, നമുക്ക് നേരെ 1v1 കളിക്കാം. ഓക്കെ, 1v1 കളിക്കാം ഗൈസ്. നമ്മൾ 1v1 സെലക്ട് ചെയ്യണം. ഓക്കെ, 1v1 കളിച്ച് നോക്കാം ഗൈസ്. തോറ്റ എന്നെ കളിയാക്കരുത് ഗൈസ്. ഞാൻ 1v1 കളിച്ചിട്ടൊക്കെ ജയിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ കുറേ നാളായി കളിച്ചിട്ട് നമ്മൾ. അപ്പോൾ ഇന്ന് എന്തായിരിക്കും ഒക്കെ നോക്കണം. ചിലപ്പോൾ പ്രോ പ്ലേയേഴ്സൊക്കെ ആയിരിക്കും വരാൻ പോണത്. നമ്മൾ ഗെയിമിലോട്ട് എളുപ്പം കയറിയിട്ടുണ്ട്. ചെറുത്തം വരണ്ട്. വീഡിയോ കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യുക. നമ്മളെ പൊട്ടിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് എടുത്തിട്ടുണ്ട്. ഇമോട്ട് അടിക്കണ്ട, ഇനി ചിലപ്പോൾ ഈഗോ തോന്നിയാൽ നമുക്ക് ലാസ്റ്റ് ഇമോട്ടൊന്ന് വെച്ചിരിക്കാം. ഓക്കേ, വന്നിട്ടില്ലല്ലോ പുറത്തോട്ട് വാടാ, ഒളിച്ചിരിക്കാണ്ട്. വന്നിട്ടില്ലേ? നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഒളിച്ചിരിക്കാതെ വന്നിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല ചിലപ്പോ. ഞാൻ SKS എടുത്തിരുന്നു. SKS വെച്ച് കളിക്കാൻ മതി. ശിവൻ നമ്മളടിക്കുമ്പോ നിന്ന് വരണേ, എന്താ അറിയില്ല. അത് ഇങ്ങോട്ടേക്ക് ഫസ്റ്റ് ഓടി വരും, പിന്നെ അടി മേടിച്ചിട്ട് അങ്ങോട്ട് പോകും. നമുക്ക് ഓടി വേണേ നോക്കട്ടെ. ഏതായാലും നമുക്ക് കളി ജയിക്കണം. ചിലപ്പോൾ ടീമപ്പാണോ ചിലവര്, പക്ഷെ എനിക്ക് വിശ്വാസമില്ല. ചിലർ ടീമപ്പായിട്ട് അപ്പം തന്നെ നമ്മളൊന്ന് തലക്ക് ആ എയിം വെച്ചിട്ട് ഒന്നും കളയും.
ഓക്കെ നമ്മൾ ഇപ്പം വന്നിട്ടുണ്ട് അവന്. അവന് കളി നിർത്തി പോയാൻ കാര്യം ചെയ്യാം. ഇവൻ ചിലപ്പോൾ കളി നിർത്തി പോവാം, എന്നിട്ട് ഗരീണ നമുക്ക് ഡിഫീറ്റെന്നും പറഞ്ഞ് അടിക്കാം. അതുകൊണ്ട് നമുക്ക് നേരെ ഒന്ന് കയറിട്ടൊന്നൊന്ന് അടിക്കാം. ഇവനൊന്നും ചെയ്യൂലെന്ന് എനിക്കറിയാം, പക്ഷേ ഇവൻ ഇനി വല്ല പ്രാങ്കും ആണോ? ആടാ ഞാൻ പറഞ്ഞില്ലേ അവൻ കളി നിർത്തി. ഗൈസ് ഇതാണ് പ്രശ്നം. മറ്റേ ഈ എനിമി കളി നിർത്തിയിട്ട് പോയാൽ നമുക്ക് ഡിഫീറ്റ് എന്നും പറഞ്ഞ് എഴുതി കളിക്കും. നമ്മുടെ അത്രയും കില്ലെന്ന് പോവും ആണ് പറഞ്ഞത്. ഓരോരോ ഉടായിപ്പ് പരിപാടികളാണ് ഗൈസ്. എന്തൊരു കഷ്ടമാണ്. പിന്നെ ഒരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയോ? ഞാനന്ന് പഴയ പോലെ അന്നത്തെ എൻ്റെ ഒരു മുഖം മൂടിയൊക്കെ ഉണ്ടായിരുന്നില്ലേ, മറ്റേ ആ ഡ്രസ്സ് ബനിയനില്ലാത്തൊരു രൂപമൊക്കെ ആയിട്ട്, അതൊന്നും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല. കാരണം ഞാൻ ഫ്രീ ഫയർ അന്ന് അൺഇൻസ്റ്റാൾ ആക്കിയിട്ട് പിന്നെ ഞാൻ ഇൻസ്റ്റാൾ ആക്കി ഗൈസ്. അതെന്താണെന്ന് വെച്ചാൽ വേറൊരു മര്യാദക്ക് ഒരു കില്ല് പോലും മര്യാദക്ക് എടുക്കാൻ പറ്റില്ല. കില്ലൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കാരണം എനിക്ക് പിന്നെ 1v1 നോക്കിയാൽ ഓക്കെ. നമ്മൾ പിന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് SKS ഒന്ന് എടുത്ത് കളിച്ച് നോക്കാം ഗൈസ്. പിന്നെ അയ്യോ തോക്ക് മാറിപ്പോയി ഗൈസ്, സോറി. അവൻ ഷീൽഡിട്ട് ഇങ്ങോട്ട് വരണ്ടല്ലോ. ഫസ്റ്റ് ഇറങ്ങാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചില്ല എന്താ കാണിക്കുന്നത്. അവിടെ അവൻ ടോപ്പ് ചെയ്യാനാണ് വന്നിട്ടോ. അവൻ നമ്മൾ അടിച്ച് പക്ഷെ അവൻ തിരിച്ചടിക്കുമെന്ന് അറിയില്ല. നോക്കാം തിരിച്ചടിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് തിരിച്ചടിക്കുവൻ. നമ്മൾ പിന്നെ ഒരു കില്ലെന്ന് എടുത്തു. അവൻ ഇട്ടിട്ട് പോയി. അതങ്ങനെയാണ് ചിലവർ കളി നിർത്തിയെന്ന് പോയി കളയും. ഏതാണ് നമുക്ക് നമുക്കൊരു ബൂയ പാസ കിട്ടി. ഈ മാസ്ക് കൊള്ളാമോ? ഞാൻ ഇന്ന് ബൂയ പാസിൻ്റെ മേടിച്ച മാസ്ക് കൊള്ളാമല്ലേ? കുഴപ്പമില്ല. പിന്നെ ഞാൻ ടോപ്പ് ചെയ്യാത്ത പ്ലെയർ ആയതുകൊണ്ട് ഇത്രയും ഒന്നുമില്ല. ഞാൻ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതൊക്കെ വാങ്ങുന്നത് സമ്മതിക്കില്ല. ടോപ്പ് ചെയ്യാൻ നമുക്കൊരു കാര്യം ചെയ്യാം, സ്നൈപ്പർ ഷൂട്ട് കളിക്കാമല്ലോ. കുറച്ച് സ്നൈപ്പർ ഷൂട്ട് കളിക്കാം. ഓക്കെ ഞാൻ പിന്നെയും പറയാം, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോട്ടോ ചാനൽ. എന്നാലാണ് പുതിയ വീഡിയോസൊക്കെ ഇറക്കാൻ പറ്റുള്ളൂ. ഈ ഒരു സ്നൈപ്പർ ഷൂട്ട് നടത്തി കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യാനാണെങ്കിൽ അയ്യോ ഞാനൊരു കാര്യം പറഞ്ഞു. നമ്മൾ സ്നൈപ്പർ എടുത്തില്ല. സ്നൈപ്പർ എടുക്കാൻ
ഇതെന്താ എടേ ഇതിന് എങ്ങനെയാണ് ഇവിടുത്തെ നല്ല അടിയാണ് ഇവിടെ എങ്ങനെയാണ് കൊന്നു ഇതില് അത് ആരായി അരികത്ത് വന്നിട്ട് ഇങ്ങനെ കീറി അടച്ചു കിട്ടപ്പോ എനിക്ക് AWM വേണ്ട കുറച്ച് ചേർത്ത് നേരെ പോയിട്ട് അതെങ്ങനെ നേരെ പോയിട്ട് ഈ ഒരു കണ്ണെന്ന് എടുത്ത് നോക്കാം. സ്നൈപ്പറിൽ ഞാനൊരു ഷോക്കാണ് തോന്നല്ലേ രാമനോടൊന്നും തോന്നല്ലേ മക്കളെ. ജയില് കൊണ്ട് ഇതെന്താ ഇവനേതാ ഇവനാണ് അടിക്കണത്. ഇവനെ കൊന്നു നല്ലോട്ട് ഞാൻ തലക്കെട്ട് കൊണ്ടാണ് ജയില് തുറന്നായി. ജയില് തുറന്നു നോക്കണ്ട ബൈസ് അവനവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവനങ്ങോട്ട് ഓടി വരുമെന്ന് സ്റ്റക്കായിക്കൊണ്ടിരിക്കണേ. മിക്കവാറും ഏറ്റവും കൂടുതൽ പോയിന്റ് എനിമീസ് മേടിക്കുന്നു. ഓടാ ദൈവം പറഞ്ഞു എടാ ചാടിപ്പോ അവനെ അടിച്ചിട്ട് ഓടിക്കണം. അതേതാ പുറകെ നോക്കട്ടെ നോക്കട്ടെ. ഒരു കാര്യം ചെയ്യാം ഒരു കാര്യം ശരി കാര്യം ചെയ്യാം. ഇത് വർക്കാവോ ഞാൻ തപ്പുന്നു. ഇവിടെ മര്യാദ FPS കിട്ടുന്നത്. എൻ്റെ ഹൈ FPS ആക്കി വെച്ചായിരുന്നു ഞാൻ വരുന്നവരെ വെടിവെക്കാം.
മിക്കവാറും എനിമീസ് മേടിക്കാൻ പോകുന്നു. പൈസ എന്താണ് എടാ നമ്മുടെ പോയിന്റ് അത് ഒരിക്കലും നമ്മൾ ആദ്യമായിട്ട് കൊണ്ടു വന്നു. ബ്രോ ഈ സൈഡിൽ ആരും ഇരിക്കണ്ട്, സൈഡിൽ ആരും ഇരിക്കണ്ട്. മിക്കവാറും ഏറ്റവും പോയിന്റ് ഇനി വാങ്ങുമോ? സൈഡിലാരും ഇരിക്കണില്ല. സൈഡിൽ നിന്ന് അടിച്ചോണ്ട് നന്നാവും. ഓടാ ഇങ്ങനെ അടിച്ചാലോ? ഇതെല്ലാത്തിനും നടത്തിട്ടുണ്ട്. എടാ നമ്മുടെ ആൾക്കാർ ഫുള്ള് വേള ഒരു പോയിന്റ്. ഓടാ വിക്ടറി. ഞാൻ വിചാരിച്ച ഏറ്റവും കൂടുതൽ പോയിന്റ് എന്നെ അടിക്കുന്ന അങ്ങനെ ആകെ 3 കില്ല് നമ്മൾ എടുത്തിട്ടുള്ളൂ. പോകല്ലേ ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാനിപ്പോൾ 3ാമത്തെ പ്രാവശ്യമായിട്ട് ഇപ്പോൾ പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കുക. അപ്പോൾ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഇനി പ്രോഗ്രാം വീഡിയോസിലേക്ക് ഉറപ്പായിട്ടും വീഡിയോ വരുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.